പെൻഷൻ പദ്ധതിയാണ് ഇന്നും. കാലം ഓരോ മാറിയിട്ടും ജീവിത സൂചിക ഉയർന്നിട്ടും ഞങ്ങളുടെ സൂചിക ഉയർത്തിയിടാൻ വൈകിക്കല്ലേ സർക്കാരെ. ഇൻകുലാബ് സിന്ദാബാദ്. കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സിന്ദാബാദ്. ഡിസംബർ 19 സിന്ദാബാദ്. സിന്ദാബാദ്. ധർണാ സമരം സിന്ദാബാദ്. ഇൻകുലാബ് ഇൻകുലാബ് ഇൻകുലാബ്. ഇതിന് അടുത്ത നമ്മുടെ 13 ജില്ലകളിലും അതുപോലെ തിരുവനന്തപുരത്ത് പെൻഷൻ ബോർഡിന് മുമ്പിലും അന്ന് നമ്മൾ സത്യാഗ്രഹം സമരം നടത്തി. പഴയ 22 കഴിഞ്ഞു, 23, 24 ഇപ്പം കഴിയാൻ പോകുന്നു. വർധനവിനാണ് പറഞ്ഞിട്ടുള്ളത്. ആ 2% ലഭിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെ നോംസ് കുറേ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ പെൻഷൻ ബോർഡിൽ ഉണ്ടാക്കിക്കൊണ്ട് സ്വരൂപിച്ചതിന് ശേഷം മന്ത്രിയുടെ പക്കൽ തന്നെ ഇതിന് ശേഷം DA നിഷേധിച്ച ശേഷം 2-3 തവണ നമ്മുടെ സമ്മേളനങ്ങളൊക്കെ ഈ സഹകരണ വകുപ്പ് മന്ത്രി വരികയും ഇതൊക്കെ ഉടൻ ചെയ്തു തരാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെൻഷൻ ബോർഡ് എങ്ങനെ നടത്താമെന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നല്ല കാര്യമാണ്, കുഴപ്പമില്ല. പെൻഷൻ ബോർഡ് നിലനിൽക്കണം, പെൻഷൻ കിട്ടണമെങ്കിൽ അത് നല്ല കാര്യം, ആ ഭാഗം ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ പെൻഷൻ പരിഷ്കരണ കമ്മീഷനാണ് റിപ്പോർട്ട് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാണ് നമ്മൾ തള്ളിക്കളയുമ്പോൾ സ്വാഭാവികം ഗവൺമെന്റിനെ സംബന്ധിച്ച് പെൻഷൻ ബോർഡ് നിലനിർത്താൻ ആവശ്യമായ ഭരണപക്ഷക്കാര് വേദിക്കകത്തുള്ള ആൾക്കാരൊക്കെ ഈ ഭരണരംഗത്തുള്ള ആൾക്കാരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോൾ ഈ ആവശ്യം മുൻനിർത്തി പ്രക്ഷോഭം നടത്തുന്ന സഹകരണ പെൻഷൻകാര് ഒരു പൊടുന്നനെ ഇവിടെ എത്തിച്ചേർന്നതല്ല. നമുക്കറിയാം, സ്വതന്ത്ര ഇന്ത്യക്കകത്ത് സ്വകാര്യ പൊതുമേഖല സഹകരണ മേഖല ആ നയത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്കകത്ത് കേവലം പടർന്ന് പന്തലിച്ച ഒരുപക്ഷെ പൊതുമേഖലയെക്കാളും സ്വകാര്യ മേഖലയെക്കാളും പടർന്ന് പന്തലിച്ച എത്ര ശമ്പളം വാങ്ങിച്ചാലും 28,000 രൂപയ്ക്കുള്ള ശമ്പളം കാണിച്ചുകൂടാ. 28,000 പകുതിയെ പെൻഷൻ കൊടുത്തോളൂ കണക്ക് പ്രകാരം. അങ്ങനെയാണ് ആദ്യത്തെ വ്യവസ്ഥ. ജില്ലാ സഹകരണ ബാങ്കുകാർ മേലാളന്മാരായിട്ട് അതിനോട് ഉൾപ്പെടുത്തേണ്ടതാണെന്നുള്ള ഒരു ആവശ്യം ഞാൻ പ്രത്യേക സംവിധാനം വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ പ്രത്യേക സംവിധാനം വേണമെന്ന് ആവശ്യപ്പെട്ടു 2005 വരെ ഒരു സംവിധാനം കിട്ടിയില്ല. പിന്നീടാണ് മോലില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാന്നുള്ള മട്ടിൽ ഈ പെൻഷൻ പോകാത്തവർ ഉൾപ്പെട്ടത്. പക്ഷെ അന്നൊരു ഔദാര്യം അവർക്ക് കിട്ടി. നമ്മൾ 30 ലക്ഷം രൂപ അടച്ചിട്ടുള്ള ഒരു പെൻഷൻ പള്ളിയൊക്കെ അടച്ചിട്ടുള്ള ജീവനക്കാരനും ജില്ലാ സഹകരണ ബാങ്കിൽ 30 ലക്ഷം അടിച്ചുള്ള ജീവനക്കാരനുണ്ടെങ്കിൽ സ്വാഭാവിക ചിലപ്പോൾ അത് കാണുന്നില്ല എന്ന കാര്യം ദുഃഖ സത്യം നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഉദ്ഘാടകൻ എത്തുന്നതിന് സമയമെടുക്കും. അതുപോലെ കുഞ്ഞിരാമേട്ട സമ്മതം ഞാൻ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 വാക്ക് പറയുന്നത്. അപ്പൊ സ്വാഭാവികം നമ്മളെ സംബന്ധിച്ച് ഈ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി അധ്വാനിച്ചവരാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2 ജോയിന്റ് രജിസ്ട്രാർമാരംഗങ്ങളായിട്ടുള്ള ഒരു പരിഷ്കരണ കമ്മീഷൻ വെച്ചു. സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെന്റ് കൊടുത്തു. നാട്ടിലെ എല്ലാ മേഖലക്കകത്തും സമാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ സംഘടിച്ച് സർക്കാരിനെ സമീപിച്ചു, മുഖ്യമന്ത്രിയെ സമീപിച്ച് നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തി. മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും ആ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാത്തു കഴിഞ്ഞാൽ മാസങ്ങളും അതുകൊണ്ട് അടിയന്തരമായി ഞങ്ങൾക്ക് ആശ്വാസം വേണമെന്ന് പറഞ്ഞതിന് പകരം ഉത്തരവിറക്കി. അന്നുള്ള അടിസ്ഥാന പെൻഷന്റെ കൂടെ DA 9% ലയിപ്പിച്ച് 10% വർധനവ് തന്നു. പക്ഷെ പുറത്ത് ഓർഡർ വരുമ്പോഴത്തേക്ക് സ്വാഭാവികം പിന്നീട് എപ്പോഴും DA കിട്ടാത്തൊരു മറ്റ് മേഖലകത്ത് പരമാവധി പെൻഷൻ 50%. നമ്മളെ സംബന്ധിച്ച് 1 ലക്ഷം വാങ്ങിച്ച് പിരിഞ്ഞാലും അവന് 18,450 രൂപ. അപ്പൊ ഇതിന്
വലിയ മാറ്റം ആവശ്യമാണ്. കാലോചിതമായിട്ട് ജീവിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു പെൻഷൻ വ്യവസ്ഥിതി ആവശ്യമാണ്. ചില ചകുലം മുടക്കികൾ ഇടപെട്ടതിന്റെ ഭാഗമാണ് നമ്മളെ സംബന്ധിച്ച് ദുർഗതി വന്നിട്ടുള്ളത്. UDF-ന്റെയും LDF-ന്റെയും BJP-യുടെയും പ്രവർത്തകന്മാരാണ്. അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരിടപെടൽ ഈ മേഖലക്കകത്തുള്ള ഭരണാധികാരി വർഗങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. അതിന് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഏകോപിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് കാസർഗോഡിന്റെ MLA കഴിഞ്ഞ 3 വർഷം മുമ്പേ നമ്മളൊരു പരിപാടി ഇതിന്റെ ഒരു ഭാഗം DA അനുവദിക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ DA ഇപ്പോൾ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഒരു അഭ്യർത്ഥന, വരുന്ന അസംബ്ലിക്കെങ്കിലും നമ്മുടെ MLA നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സബ്മിഷനുമായിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ള അഭ്യർത്ഥന കൂടി നടത്തിക്കൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കാസർഗോഡ് MLA ശ്രീ LA നെല്ലിക്കുന്ന അവരെ ക്ഷണിക്കുന്നു. ആണ് ഉദ്ഘാടനം ചെയ്തത് എന്നാണ്. പക്ഷേ അദ്ദേഹം ഒന്നുകൂടി കൂട്ടിച്ചേർത്തു, ആ ആവശ്യം ഇതുവരെ അനുവദിച്ച് കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ വീണ്ടും എന്നെ കൊണ്ട് ഈ ധർണ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാധാരണ MLA-മാരെ കൊണ്ട് കടകളും മറ്റ് സ്ഥാപനങ്ങളും ഉദ്ഘാടനം ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ വീണ്ടും കുറേ ആളുകൾ ഇങ്ങനെ ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എന്തിന് എന്നെ തന്നെ വിളിക്കുന്നത്? അപ്പോൾ പറഞ്ഞ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത കടയിലൊക്കെ നല്ല കച്ചവടമുണ്ട് എന്ന്. അപ്പോൾ അത് വേറെ കാര്യം. ഇപ്പോൾ 3 വർഷം മുമ്പ് ഇന്ന് നിങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം അനുവദിച്ച് കിട്ടുന്നതിന് ധർണ ഞാൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അത് അനുവദിച്ച് കിട്ടിയില്ല. വീണ്ടും എൻ്റെ സംശയം. അപ്പോൾ ഏതായാലും അങ്ങനെ ആവാതിരിക്കട്ടെ. ഒരു പ്രതിപക്ഷ MLA-യാണ്. ഞങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ രാഷ്ട്രീയമില്ല എന്ന് അധ്യക്ഷൻ സൂചിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയം ഒക്കെ മറന്ന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പോരാടുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പെൻഷൻ പറ്റിയ ജീവനക്കാരെ കുറിച്ച് പറയുമ്പോൾ അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരായാലും, ഇതിപ്പോൾ കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനെ പറ്റിക്കഴിയുന്ന ഏത് വിഭാഗമായാലും അവരെ ഒരിക്കലും നമ്മുടെ സർക്കാരിനോ നമ്മുടെ സഹായമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത പ്രായമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആളുകൾ വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയാൽ എനിക്ക് ഒരിക്കലും MLA ആകാൻ സാധിക്കില്ല. കുഞ്ഞിരാമട്ടൂരിന് MLA ആകുമായിരുന്നില്ല. ഈ 56-8 വയസ്സാകുമ്പോൾ എല്ലാം മതിയാക്കി വീട്ടിലിരിക്കേണ്ട പ്രായമാണ് എങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രധാനമന്ത്രി ഉണ്ടാവുകയില്ല, മന്ത്രിമാരും ഉണ്ടാവുകയില്ല, ഇപ്പോൾ MP-മാരും MLA-മാരൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള നിയമം വരികയാണ്. ഇപ്പോഴത്തെ ആളുകളൊക്കെ മാറേണ്ടി വരും. അപ്പോൾ ഞങ്ങൾക്കൊക്കെ പൂർണ്ണ ബോധ്യമുണ്ട്. ഞങ്ങളിപ്പോൾ ആ പ്രായത്തിൽ MLA-മാരായതുകൊണ്ട് പറയുന്നതല്ല. 56 വയസ്സ് എന്നത് ഇങ്ങനെ എല്ലാം മതിയാക്കി വീട്ടിലിരിക്കേണ്ട പ്രായമല്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് സർവീസിൽ ആയിരുന്നു. പാവപ്പെട്ട ആളുകളുടെ ദുരിതം മാറ്റിയിരിക്കുവാൻ സാധിക്കുകയില്ല. ഇന്നിപ്പോൾ ഞാൻ ഒരുപാട് വികസനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ആ വികസനങ്ങളുടെ പിന്നിൽ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, അവരുടെ എല്ലാം അധ്വാനമുണ്ട്. അതിനെല്ലാം ഉപരി ഈ അതാത് കാലത്തെ സർക്കാർ ജീവനക്കാരുടെ സഹകരണം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടായിട്ടുള്ളത് എന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയാണ്. അപ്പം അങ്ങനെയുള്ള സർക്കാർ ജീവനക്കാർ ഇങ്ങനെ സർവീസിൽ നിന്ന് പിരിഞ്ഞാൽ അവരെ ഇങ്ങനെ വിസ്മൃത കോടിയിൽ തള്ളുന്നത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റുന്ന സർക്കാർ ജീവനക്കാർ വഹിച്ചിട്ടുള്ള നിസ്തുലമായ പങ്കിന് നമുക്കാർക്കും മറക്കാൻ സാധിക്കില്ല. സർക്കാർ ജീവനക്കാരെ കുറിച്ച് പഴി പറയുന്ന ആളുകളുണ്ട്. അവരുടെ ആത്മപ്രയാസമുണ്ട്. സർവീസിൽ നിന്ന് പിരിഞ്ഞ ആളുകൾക്കും പ്രയാസമുണ്ട്. ഇപ്പോൾ സർവീസിൽ നിന്ന് പിരിഞ്ഞ ആളുകളുടെ പ്രയാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ സർവീസ് ഇപ്പോൾ പെൻഷൻ പറ്റിയ ആളുകളായാലും സാധാരണക്കാരായ ജനങ്ങളായാലും ഏറ്റവും അധികം പ്രയാസം എപ്പോഴാണ് ഉണ്ടാകുന്നത്? രോഗം വന്നാൽ. സാധാരണ ഇപ്പോൾ വാർത്തകൾ വായിക്കാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിലിങ്ങനെ ആഹാരം കിട്ടാതെ ഈ പട്ടിണി മരണം നമ്മുടെ നാട്ടിൽ എവിടെയും ഉള്ളതായി നമുക്ക് ആളുകളാണ്. കൂലിപ്പണി എന്ന് പറഞ്ഞാൽ ദിവസം 1000 രൂപയായിരിക്കും അവരുടെ കൂലി. പക്ഷെ അങ്ങനെയുള്ള വേറെ വരുമാന മാർഗമല്ല, വീട്ടിൽ വേറെ സാമ്പത്തിക സ്രോതസ്സില്ല. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ കിഡ്നി സംബന്ധമായ രോഗം വന്നാൽ അവരുടെ സ്ഥിതി എന്താണ് എന്ന് നമ്മൾ ഓർക്കണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നൊക്കെ സഹായം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇങ്ങനെ കിഡ്നി രോഗം മൂലം വളരെയധികം ഔഷധ അനുഭവിക്കുന്ന ആളുകളോട് അവസാനമായി ഡോക്ടർ പറയുക, നിങ്ങളുടെ കിഡ്നി മാറ്റിവെക്കലല്ലാതെ വേറെ മാർഗമില്ല. കിഡ്നി മാറ്റിവെക്കണമെങ്കിൽ
അതിൻ്റെ ചിലവൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ കിഡ്നി മാറ്റി വെക്കുന്നതിന് കുഞ്ഞിരാമേട്ടനൊക്കെ അറിയാവുന്ന കാര്യമാണ്. 3 ലക്ഷം റുപ്യയാണ് കിട്ടുന്നത്. അപ്പോൾ 3 ലക്ഷം പോരാ, 30 ലക്ഷത്തിലധികം കിഡ്നി മാറ്റി വെക്കുന്നതിന് ചിലവുണ്ട്. അപ്പോൾ ബാക്കിയുള്ള തുക ഈ പാവപ്പെട്ട ആളുകൾ എങ്ങനെ കണ്ടെത്തും? അപ്പോൾ ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഇരിക്കുന്ന ആളുകളായാലും അതുപോലെ തന്നെ ഉദ്യോഗത്തിൽ നിന്ന് പിരിഞ്ഞ നിങ്ങളെപ്പോലെയുള്ള ആളുകളായാലും നമ്മുടെ ഏറ്റവും വലിയ ഭാരിച്ച ചെലവ് എന്ന് പറയുന്നത് ഈ ചികിത്സാ ചെലവാണ്. അപ്പോൾ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു, ഇപ്പോൾ മറ്റ് സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്നത് ഇപ്പോൾ മാക്സിമം 16,000 18,000 3,000 കിട്ടുന്ന ആളുകളും 3,500. ആ 3,500 കിട്ടിയാൽ അപ്പോൾ അത് ഒരു പനി വന്നാൽ ഒരു മരുന്ന് വാങ്ങാൻ ആ തുക മതിയാകുകയുള്ളൂ. അപ്പോൾ ഈ തുക വർദ്ധിപ്പിക്കണമെന്നത് നിങ്ങളുടെ ന്യായമായ ആവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞല്ലേ ആയിരുന്നു. അപ്പോൾ ഈ സബ്മിഷൻ ആളുകളിപ്പോൾ ഞങ്ങളെ കാണുമ്പോൾ ഒക്കെ പറയും ഈ പ്രശ്നം മാത്രമല്ല, എവിടെയും ചെറിയൊരു റോഡ് ഇല്ലാത്ത നാട്ടിൽ ഞങ്ങൾ പോയാൽ അവർ പറയും നിയമസഭ വരികയാണല്ലോ, ഈ റോഡിൻ്റെ കാര്യം ഒന്ന് സബ്മിഷൻ വഴി നിയമസഭയിൽ ഉന്നയിക്കണമെന്ന്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി പറയുന്നു, ഇത് സബ്മിഷൻ വഴി സഭയിൽ ഉന്നയിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ MLA-മാർക്ക് വിചാരിച്ചതുപോലെ സബ്മിഷന് ഉന്നയിക്കാൻ അസംബ്ലിയിൽ അവസരമില്ല വഴി ഈ പ്രശ്നം ഉന്നയിക്കാൻ ശ്രമിക്കാം. ഇനി ഇവിടെ നിന്ന് ഞാൻ ഇത് പ്രസംഗിച്ചു പോയി സമ്മേളനം അടുത്ത ജനുവരിയിൽ സമ്മേളനം തുടങ്ങുന്നത് പറയുന്നു. സമ്മേളനം കഴിഞ്ഞാൽ എന്നെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കരുത്, നിങ്ങളന്ന് ബാക്കി തന്ന് പോയതല്ലേ എന്തായി സബ്മിഷനെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ സബ്മിഷൻ്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. അപ്പോൾ അവസരം കിട്ടുകയാണെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ഇതിനേക്കാളും പ്രധാനപ്പെട്ട വിഷയം എൻ്റെ മുമ്പിൽ വന്നില്ല എങ്കിൽ തീർച്ചയായും ഈ കാര്യം ഞാൻ സബ്മിഷൻ വഴി ഉന്നയിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകും. അപ്പോൾ ഞാൻ ഏതായാലും പ്രസംഗം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കുഞ്ഞിരാമേട്ടന് ഒക്കെ പ്രസംഗിക്കാനുണ്ട്. അപ്പോൾ സഹകരണ പെൻഷൻകാരുടെ DA അനുവദിക്കുന്ന കാര്യം, പിന്നെ പെൻഷൻ പരമാവധി മിനിമം പെൻഷൻ പരമാവധി പെൻഷൻ എന്നിവയുടെ പരിധി വർദ്ധിപ്പിക്കുന്നത് യാതൊരു സംശയമില്ല. ഒരു കാര്യം ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കേരളം ലോകത്തിന് പല കാര്യങ്ങളിലും മാതൃകയാണ്. ഏത് മുന്നണി കേരളം ഭരിച്ചാലും മാറി മാറി വരുന്ന മുന്നണികൾ കേരളം ഭരിക്കുന്നുണ്ട്. അപ്പോൾ ഏത് മുന്നണി ഭരിച്ചാലും കേരളം ലോകത്തിന് പല കാര്യങ്ങളിലും മാതൃകയാണ്. അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ സഹകരണ മേഖലയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സഹകരണ മേഖല ആരംഭിച്ചത് കേരളത്തിലല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് സഹകരണ പ്രസ്ഥാനത്തിന് ബീജാവാപം ചെയ്തത്. ആ യൂറോപ്പിൽ പോലും ഇന്നിപ്പോൾ സഹകരണ പ്രസ്ഥാനം എങ്ങനെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സഹകരണ പ്രസ്ഥാനം ഈ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനും തളർത്താനും ഒക്കെ പല ഭാഗത്ത് ശ്രമങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ കേരളത്തിൽ ഈ സഹകരണ മേഖല ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ ശക്തിപ്പെട്ട് വരുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സഹകരണ പ്രസ്ഥാനത്തോടുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ സഹകരണ പ്രസ്ഥാനം ഇങ്ങനെ തഴച്ചു വളരുന്ന കാര്യത്തിലും ജനങ്ങളുടെ വിശ്വാസമനുസരിച്ച് ഇത് വളരാൻ ഒക്കെ സാധിച്ചത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്തത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കേരളത്തിൽ ലോകത്ത് എവിടെയുമില്ലാത്ത രീതിയിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എന്തുകൊണ്ട് തഴച്ചു വളർന്നു ഈ നിലയിലെത്തി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇതാ നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ കഠിനാധ്വാനമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമാണ്. അവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു. നമ്മുടെ നാട്ടിലെ സഹകരണ പ്രസ്ഥാനം അതാത് പ്രദേശത്തിൽ സഹകരണ പ്രസ്ഥാനം ഉണ്ടാക്കിയവരിൽ ചില ആൾ ഈ കൂട്ടത്തിലുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ സ്ഥിതി എന്തെന്ന് നേരിട്ട് മനസ്സിലാക്കിയവരാണ് നിങ്ങളെല്ലാവരും. ഏതാണ്ട് 1950 ശേഷമാണ് നമ്മുടെ ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ നാട്ടിലുണ്ടായത്. 50-52 ശേഷമാണ് വ്യാപകമായി മദ്രാസ് ആക്ട് പ്രകാരം ഈ സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലും വളർന്നു വരാൻ ഒരു പ്രധാനപ്പെട്ട കാരണമായത്. അതിന് മുമ്പത്തെ മുഖ്യമന്ത്രി പട്ടംതാണുള്ള പ്രസിഡൻ്റായ ഒരു സ്ഥാപനമാണ്. കേരളത്തിന് മാതൃകാപരമായ സ്ഥാപനമാണ്. അങ്ങനെ അംഗങ്ങൾ എടുത്താക്കി ലോൺ കൊടുക്കുകയും അതേപോലെ ലോൺ തിരിച്ചു വാങ്ങുകയും ഡെപ്പോസിറ്റ് സമാഹരിക്കുകയും അവർക്ക് പരാതിയില്ലാതെ പ്രയാസം അറിയാതെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന് മുഖ്യ ജോലി ചെയ്യുന്നത് നമ്മുടെ ജീവനക്കാരാണ്.
അവർക്ക് ആദ്യകാലത്തെ ശമ്പളം എന്തെന്ന് ചോദിച്ചാൽ വളരെ നാണക്കേടുണ്ട്. അതുപോലെ പെൻഷനായാലും പരിഹരിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. സർക്കാർ ഒരു ബാധ്യതയും വരുന്നില്ല. പെൻഷൻ ബോർഡ് എന്നത് സർക്കാർ ഉണ്ടാക്കി. പെൻഷൻ ബോർഡ് ഉണ്ടാക്കി ജീവനക്കാർ ഈ റിട്ടയർഡ് ആളുകൾക്ക് എന്താ കാര്യം? അതിൻ്റെ ബാധ്യത ആര് നിർവഹിക്കപ്പെടുന്നു? എത്ര ലക്ഷം രൂപയാണ് ചെലവ്? അതൊക്കെ നമ്മുടെ നാട്ടിലെ ജീവനക്കാരന് അല്ലെങ്കിൽ റിട്ടയർഡായ ആളുകൾക്ക് വർധനവിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു നടപടിയും അതിലുണ്ടാവുന്നില്ല എന്നതാണ്. അല്ലേ? നിങ്ങൾ കൊടുത്ത കാശാണ്. സർക്കാരിനാകെ ബാധ്യത DA വർദ്ധിപ്പിച്ചു പോലെ അല്ലേ? DAക്ക് എന്തൊക്കെ അതിനും മനുഷ്യൻ പോണ കൊടുക്കും. അതെ, പിന്നെ സർക്കാരിനെന്തിലും. അപ്പോൾ സർക്കാർ നമ്മുടെ നാട്ടിലെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന കുറേ കാലം ഈ സ്ഥാപനത്തിന് വേണ്ടി, ആ സ്ഥാപനത്തിൽ കൂടി നമ്മുടെ നാടിന് വേണ്ടി എത്ര കാര്യങ്ങൾ ചെയ്തു. ആ കാര്യങ്ങൾ പണിയെടുത്ത ജീവനക്കാരോട് കാണിക്കുന്ന അനീതി എന്ന് പറഞ്ഞാൽ അത് തെറ്റുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു കൂടിയാണ്. അപ്പോഴാണ് നമ്മുടെ സ്ഥാപനത്തെ ബഹുജനം കാണാനും നമ്മളെ സഹായിക്കാനും ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ആളുകളുണ്ടായി. അതിന് മുമ്പേയിലെ നമ്മുടെ ജീവനക്കാരുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. ശമ്പള പരിഷ്കരണമില്ല. ബോർഡ് എന്തെങ്കിലും കൈനീട്ടി കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ചെല്ലി കാശുകൾ മാത്രമാണ് അവർക്കുണ്ടായത്. അങ്ങനെയുള്ളവരാണ് ഈ സ്ഥാപനം ഉണ്ടാക്കിയത്. അവരോട് ഏത് ഗവൺമെൻറ് ആയാലും, ഈ ഗവൺമെൻറ് മുമ്പേത്തെ ഏത് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഗവൺമെൻറ് കാണിക്കുന്ന അനീതി വെച്ച് പൊറപ്പിക്കാൻ പറ്റുന്നതല്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. പെൻഷൻ ബോർഡാണ് പെൻഷൻ കൊടുക്കുന്നത്. സർക്കാർ റിട്ടയർഡ് ആൾ അങ്ങനെ ഉണ്ടായിരുന്നു. 100 രൂപയ്ക്കും 200 രൂപയ്ക്കും ജോലിയിൽ പ്രവേശിച്ച ആളുകൾ നല്ല ശമ്പളത്തോടു കൂടി റിട്ടയർഡ് ചെയ്ത് പോയ ആളെ എനിക്കറിയാം. പക്ഷേ അങ്ങനെയുള്ളവരാണ് ഈ സ്ഥാപനം ഉണ്ടാക്കിയത്. ഇന്നത്തെ സ്ഥാപനം പോലെയല്ല, ഇന്നത്തെ പൊതുസ്ഥിതി പോലെയല്ല അന്ന്. അത് 50 മുതൽ ഞാൻ പറഞ്ഞു വന്ന ഏതാണ്ട് 90 വരെയില്ലേ കാലഘട്ടം, അല്ലെങ്കിൽ 80-ൽ 69-ൽ കേരള ആക്ട് വരുന്നവരെ. കേരള ആക്ട് 69-ൽ BR കുറുപ്പ് മന്ത്രിയാവുന്ന കാലത്ത് കൊണ്ടുവന്നതാണ്. അതുവരെ മദ്രാസ് ആക്ട് ആയിരുന്നു ഈ സ്ഥാപനത്തിനുണ്ട്. അതിനുശേഷം പടിപടിയായി വളർന്നു വന്ന് 80-ൽ TK രാമകൃഷ്ണൻ സഹകരണ മന്ത്രിയാക്കുന്ന കാലത്താണ് 2 ലക്ഷം രൂപ ഡെപ്പോസിറ്റുള്ള സ്ഥാപനങ്ങൾക്ക്. സഹകരണ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലെ നേരത്തെ MLA പറഞ്ഞ പൊതുവികസന ബില്ല് പങ്കുവച്ചത്. ഇപ്പോൾ സർക്കാരിനെ പോലെ ലോൺ കൊടുക്കുന്ന സ്ഥാപനമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. അല്ല, ഇപ്പം 3000 കൂടി വാങ്ങാൻ തീരുമാനിച്ചു അല്ലേ? കഴിഞ്ഞ നിയമസഭകൾ സർക്കാർ വാങ്ങണമെങ്കിൽ ഈ നിയമസഭയുടെ അംഗീകാരം, അതിൻ്റെ കമ്മിറ്റി അംഗീകാരം കൂടി വാങ്ങണം. ഈ മാസം ശമ്പളം കൊടുക്കാൻ കാശില്ല. ഡിസംബർ ഏറ്റവും വലിയ സാമ്പത്തിക പ്രയാസം വരുന്നത് അങ്ങനെയാണ്. ക്രിസ്മസിന് മുമ്പേ ശമ്പളം കൊടുക്കണത്. അപ്പോൾ ആ കാശില്ല. ആ കാശ് വാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ സഹകരണ സ്ഥാപനത്തോട് കടം വാങ്ങാൻ തീരുമാനിച്ചു. ചെറുതൊന്നുമല്ല, 3000 കോടി രൂപ. 9.4% പലിശ കൊടുക്കുന്നതാണ് പറയുന്നത്. കിട്ടിയ പോലെ ആയിരുന്നു. വയനാടായിരുന്നു മുഖ്യമന്ത്രി. ശിവദാസ് മേനോൻ പിന്നെ അന്ന് ധനകാര്യമന്ത്രി. അന്ന് ഇതേപോലെ സഹകരണ സ്ഥാപനങ്ങളിൽ പൈസ എൻ്റെ സ്ഥാപനത്തിൽ അവർ കൊടുക്കുകയും ഞാൻ ആദ്യം കൊടുത്തില്ല. അവസാനം ജീവനക്കാരും നമ്മളെ പറയേണ്ട ചില ആളുണ്ടല്ലോ, അവരും കൂടി പറഞ്ഞപ്പോൾ കൊടുക്കാനും ഞാൻ കൊടുത്തു. കൊടുത്തപ്പോൾ പറഞ്ഞ അടുത്ത കൊല്ലം തരാമെന്ന് പറഞ്ഞു. ആ ഗവൺമെൻറ് പോകുന്നവരെ ഒന്നുമില്ല. രണ്ടാമത്തെ ഗവൺമെൻറ് വന്നു, ആ ഗവൺമെൻറ് തന്നില്ല. മൂന്നാമത്തെ ഗവൺമെൻറ് വന്ന് VS 2006 ആ ഗവൺമെൻറ്റാണ് ആ പലിശ മുതൽ നടക്കി തന്നത്. അതെ, അതാണ് സ്ഥിതി. പക്ഷെ ആ ഗവൺമെൻറ് നമുക്ക് കിട്ടിയില്ലെന്ന് വിചാരിച്ചു. ആ ഗവൺമെൻറ് തന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പം അങ്ങനെ ഇപ്പോൾ തരുന്ന 50 തരാമെന്നാ പറഞ്ഞു. 50 തന്നാൽ നല്ല കാര്യം തന്നെ, നല്ല പലിശ 50. പക്ഷേ ഈ സർക്കാരിന് പോലും ലോൺ കൊടുക്കാൻ ശേഷിയിലൊരു സ്ഥാപനം കേരളത്തിലാക്കി നമ്മുടെ ജീവനക്കാരാണ്. അത് കാണണ്ടേ നമ്മൾ? ജീവനക്കാർ വലിയ പങ്കാണ്. എനിക്കറിയുന്നതുകൊണ്ട് ഞാൻ 70, നിങ്ങളെപ്പോലെ തന്നെ 70 ഞാൻ ഇതിനകത്തുണ്ട്. ഇല്ല കഴിഞ്ഞു അതുവരെ ഞാൻ ഈ സ്ഥാപനത്തിന് പ്രതിനിധിയായിരുന്നു. നിങ്ങളെപ്പോലെ എനിക്കും നിങ്ങളെക്കാൾ കൂടുതൽ പിന്നെ സമയം ഞാനുണ്ടാവില്ല. അപ്പോൾ അത് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ വിവിധ തരത്തില്ല. നിങ്ങൾക്കറിയാം, പണ്ട് തോമസ് ഐസക് കാര്യമന്ത്രിയായിരുന്ന കാലത്ത് എല്ലാവർക്കും വീട് കൊടുക്കാൻ പറയും. പൈസ സാധാരണ അല്ലേ? നമ്മളോട് പറഞ്ഞേ ബ്ലോക്കും പഞ്ചായത്തും അതാ നാട്ടിലെ ബാങ്കോട് വാങ്ങിക്കുന്നില്ല. ഞങ്ങൾ കൊടുത്തു. കാഞ്ഞങ്ങാട് ബ്ലോക്കിന് ഞാൻ അന്നേരം 3 കോടി ഉറുപ്പ് കൊടുത്തു. പള്ളിക്കര എൻ്റെ ബാങ്കിന് ഞാൻ 1 കോടി ഉറുപ്പ് കൊടുത്തു. ഹൃദയനെ പറഞ്ഞവർ മടക്കി തന്നു. നമുക്ക് വിഷമമൊന്നുമില്ല. നയപരമായി തീരുമാനം എടുക്കാൻ ചില ആളെ സഹായം ഉണ്ടാവാം, അത് വേറെ കാര്യം. പക്ഷെ ആ തീരുമാനം നടപ്പിലാക്കി ഈ സമൂഹത്തെ വലിയ രീതിയിൽ കൊണ്ടുവന്നത് ഇവരാണ്. ഇന്ന കാലത്ത് സർക്കാരിൻ്റെ സ്ഥിതി നോക്കുക നിങ്ങൾ. പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ ആ നാട്ടിൻ്റെ പരിധിയിൽ, സ്ഥാപനത്തിൻ്റെ പരിധിയിലോ അല്ലെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ പരിധിയിലോ ജില്ലയുടെ പരിധിയിലോ ആളുകൾക്ക് ജീവനക്കാർ. ഇന്നത്തെ പൊതു തീരുമാനം വന്നതോടുകൂടി ആ ജീവനക്കാരെ നമ്മുടെ നാട്ടുകാരല്ല, ഈ സ്ഥാപനത്തിൽ ഒരു ബാധ്യത അവർക്കില്ല. അതിനുവേണ്ടി ഉറപ്പുണ്ടാക്കേണ്ടത് ബന്ധപ്പെട്ടവരും അതിന് ഗവൺമെൻറ്റുമാണ്. ഗവൺമെൻറ് നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്ഥാപനം നിലനിർത്തിക്കൊണ്ട് കാണിക്കൂ. ഏത് ഗവൺമെൻറ് ആയാലും ഗവൺമെൻറ് അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ സപ്പോർട്ട് ഉണ്ട് എന്നതുകൊണ്ടല്ല ഡെപ്പോസിറ്റ് നമുക്ക് ധാരം തരുന്നത്. ഗവൺമെൻറ്റിൽ നിന്ന് പിന്മാറിച്ചു പോയി എന്നാണ് ഈ സ്ഥാപനമെല്ലാം വളർന്നു വരാൻ ഒരു പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ വരുമ്പോഴാണ് ഇന്നത്തെ കാലത്ത്
ചില വിശ്വാസക്കേട് ഉണ്ട് എന്ന കാര്യം നമുക്കെല്ലാം മനസ്സിലാവും. ഇല്ലാതെ ഞാൻ പറയുന്നില്ല. കരുവന്നൂർ ബാങ്കോട് കൂടി അല്ലേ നമ്മുടെ നാട്ടിലെ സഹകരണ പ്രസ്ഥാനത്തെയും ജീവനക്കാരെയും ബോർഡിനെയും കുറിച്ചുണ്ടാക്കിയ അവമതിപ്പ് ഈ സ്ഥാപനത്തെ വലുത് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാൻ വേണ്ടി കഴിയുന്നത് നമുക്കെല്ലാവർക്കും ബാധിച്ചു. അതിനാണ് ഗവൺമെന്റ് ഗൗരവമായി പരിശോധിക്കാന്ന് പറഞ്ഞത്. പരിശോധിക്കുമ്പോഴാണ് ഇതിന്റെ കള്ളിയെല്ലാം പുറത്തു വന്നത്. നമ്മുടെ ജില്ലയിലടക്കം, പുറത്ത് മാത്രമൊന്നുമല്ല കേട്ടോ, നമ്മുടെ ജില്ലയിലടക്കം ഇതുപോലെ അങ്ങനെ അതുപോലെ ആയിട്ടില്ലെങ്കിലും അതുപോലെ പക്കത്തുകൾ എത്തിക്കുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടത്. നമ്മൾ പറഞ്ഞാൽ ഇന്നത്തെ ജീവനക്കാരെ സെക്രട്ടറിക്ക് മാത്രമേ അത് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ കണ്ടുപിടിച്ചിട്ടാണ് അവർ നല്ല ശ്രമം നടത്തിയിട്ടാണ് ഈ ഡെപ്പോസിറ്റൊക്കെ നമ്മൾ സമാഹരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി. വിശ്വാസം അതിനേക്കാളും വലുതാണ്. വിശ്വാസം ജീവനക്കാർ തന്നെയാണ് ഇപ്പൊ ഈ നിയമനം നടത്തുന്നത്. അതോടുകൂടി നാട്ടിലാക്കി ജോലിയില്ലാണ്ടായി. മറ്റുള്ളവർ നമ്മളെ നാട്ടിൽ ഞാൻ മോശമായി പറയുന്നതിലുണ്ട്. ഈ അനുഭവം കൊണ്ട് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഓരോ സഹകരണ സ്ഥാപനത്തിലെ സെക്രട്ടറിയും അതുപോലെ അസിസ്റ്റന്റ് സെക്രട്ടറിയും മറ്റ് ജീവനക്കാരൊക്കെ വരുന്നു. ഇന്ന് കാസർഗോഡ് ജില്ലക്ക് പുറത്തുള്ളവരാണ് മിക്കവരും. അവർക്ക് എന്ത് ഈ സ്ഥാപനത്തോട് ബാധ്യതകളില്ലാന്ന് ഞാൻ പറയുന്നില്ല. ആ പ്രദേശം എങ്ങനെയെങ്കിലും കഴിഞ്ഞു കൂട്ടി പോകണം എന്ന് മാത്രമേ വരയ്ക്കുള്ളൂ. ട്രാൻസ്പോർട്ടിൽ കിട്ടാൻ പോകുന്നില്ല. മറ്റ് സർക്കാർ സർവീസ് ആണെങ്കിൽ കാസർഗോഡ് മാറി തിരുവനന്തപുരത്തേക്കോ അല്ലെ അവരവരുടെ നാട്ടിലേക്ക് പോകാം. ഇത് മാറി കിട്ടാനും സാധ്യതയില്ല. അങ്ങനെയില്ല സ്ഥാപനം വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഇന്നല്ലേ ജീവനക്കാരെ പോലെ അല്ല പഴയൊരു പൈസ മതി. ഇതിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന ജീവനക്കാരൻ നാട്ടിൽ ആരെ അറിയാം? ഡെപ്പോസിറ്റിൽ ആരെ അറിയാം? അവർക്ക് ഡെപ്പോസിറ്റിലാണ് കണ്ടുപിടിക്കാൻ നാട്ടുകാർക്കല്ലേ അറിയാം. ഒരു പരിഷ്കരണം കൊണ്ടുവന്നു. അന്ന് നമ്മുടെ മന്ത്രി ഇയാള് സുരേന്ദ്രനാണ്. ജീവനക്കാര് പറഞ്ഞത് 20 മുതൽ 21 വരെ 20-21 ഒരു കാലത്തിലെ ഇത് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കണമെന്നാണ്. അങ്ങനെ എല്ലാ സഹകരണ ജീവനക്കാരും അന്ന് കൊടുത്ത് ആ യോഗത്തിൽ പങ്കെടുത്ത് ഞാനും ആ യോഗത്തിൽ പങ്കെടുത്ത ഒരാളായിരുന്നു ഇവിടുത്തെ. പക്ഷേ ഗവൺമെന്റ് വോട്ടറാക്കിയത് മന്ത്രി ഉൾപ്പെട്ട് 18 മുതലാണ്. ആ ഒരു യൂണിയൻകാർ ആവശ്യപ്പെട്ടില്ലല്ലോ. ആ സ്ഥാപനം അങ്ങനെ കൊണ്ടുപോകുന്ന ആരും ആലോചിച്ചില്ല. ആ സ്ഥാപനം നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് ജീവനക്കാരും അതുപോലെ മറ്റുള്ളവരും മനസ്സിലാക്കിയത് മാത്രമേ ആ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പം ഞാൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട് അവധികൾ, അല്ലെങ്കിൽ പരിഹരിക്കാൻ നമ്മൾ ഗവൺമെന്റ് തയ്യാറാവേണ്ടത്, ആ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാവേണ്ടത്. ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് പോരായ്മകൾ കാണിക്കുന്നത്. അതാണ് ഈ പ്രധാനപ്പെട്ട കാര്യം. ഈ സഹകരണ സ്ഥാപനം പിറകോട്ട് പോകാൻ തള്ളിക്കത് അല്ലെങ്കിൽ മോശപ്പെട്ട അഭിപ്രായം ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മുടെ സഹകരണ ജീവനക്കാർ ഓഡിറ്റ് വിഭാഗത്തിന് വലിയ ഒരു പോരായ്മ. അത് പരിഹരിക്കാൻ അവർ കഴിയേണ്ടത്. അവരാളെ നോക്കിയിട്ട് മറ്റു ചില കാര്യങ്ങൾ നോക്കിയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് ഇതെങ്ങനെ നടക്കാതെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം. അതിലൊരു ഭേദഗതി വരുത്തുമെങ്കിൽ മാത്രമേ നമുക്ക് നടത്താൻ വേണ്ടി കഴിയൂ. അതിന് നിങ്ങളുടെ ഈ ആവശ്യം വളരെ ന്യായമുള്ളതാണ്. അത് നേടിയെടുക്കാനല്ല നിങ്ങളുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടാവും, സഹകാരികളെല്ലാവരും ഉണ്ടാവും. ഭാവിയിൽ കിട്ടുന്നവരെല്ലാം പോരാട്ടം നമുക്ക് ഒന്നിച്ച് നടത്താം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിച്ചു. DAയുടെ ഒരു സങ്കല്പം തന്നെ, കൺസെപ്റ്റ് തന്നെ വിരമിച്ച ശേഷം പിന്നീടുള്ള ജീവിതകാലത്ത് ആരെയും ആശ്രയിക്കാതെ ജീവിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ്. ഒരുപക്ഷെ വലിയ ശമ്പളം വാങ്ങി വിരമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊരുത്തക്കേട് ഒന്ന് അതുമായിട്ട് താരതമ്യം അല്ലെങ്കിൽ പൊരുത്തപ്പെടാൻ നമുക്ക് കുറച്ച് സമയം പിടിക്കും. പക്ഷേ പിന്നീടുള്ള ജീവിതകാലം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരുന്ന, ശാരീരികമായിട്ട് മറ്റു പല വിഷയങ്ങളിലൊക്കെ സഹായം വേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ പൊതുവെ പറയാറുള്ള സഹകരണ സ്ഥാപനങ്ങളുടെ സഹകരണ പ്രസ്ഥാനത്തിന്റെ 4 പ്രധാനപ്പെട്ട സ്തംഭങ്ങളിൽ ഒന്നാണ്. മെമ്പർമാർ പരമാധികാരികളാണ്. അവർ തിരഞ്ഞെടുക്കുന്ന ഭരണസമിതിയുണ്ട്, ഒരു കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, സർക്കാർ ഒരു ഭാഗത്തുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സ്തംഭമായിട്ട് സഹകരണ സ്ഥാപനത്തിലെ ജീവനക്കാരാണുള്ളത്. ഇത് 4ഉം എപ്പോഴാണോ സഹകരിക്കുന്നത് അവിടെയെല്ലാം സഹകരണ സ്ഥാപനങ്ങൾക്ക് വിജയമുണ്ടായിട്ടുണ്ട്. ഇത് 4ഉം തമ്മിൽ സഹകരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അല്പം സംഘർഷം. ഉദ്ഘാടകനും ശ്രീ കുഞ്ഞിരാമേട്ടനൊക്കെ സൂചിപ്പിച്ച മാതിരി തികച്ചും ന്യായമായ ആവശ്യങ്ങളാണ് ഈ സമരത്തിൽ നമ്മൾ ഉന്നയിക്കുന്നത്. ഒരു സ്ഥാപനം ഉണ്ടാക്കി വളർത്തിയെടുത്ത് ഒരു നല്ല നിലയിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ല. അത് ചെയ്ത ആളുകളാണ് ഈ ഇരിക്കുന്ന നിങ്ങളല്ല. വീരാമട്ടം പറഞ്ഞ പോലെ സർക്കാരിന് കടം കൊടുക്കാൻ സാധിക്കുന്ന സ്ഥാപനമായിട്ട് സഹകരണ സ്ഥാപനങ്ങൾ വളരണമെങ്കിൽ അതൊരു സാമാന്യ വളർച്ചയല്ല, അതൊരു ഒന്നൊന്നര വളർച്ചയാണ്. അത് നമ്മുടെ ഈ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ശക്തിയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ പ്രസ്ഥാനം ശക്തമാകണമെങ്കിൽ തീർച്ചയായും അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളുകൾ തികച്ചും ന്യായവും ധാർമ്മികവുമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു
ധർണാ സമരം. ഇതിൽ ഒരുപക്ഷെ എൻ്റെ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചിട്ടായിരിക്കും എന്നെ വിളിച്ചത് എന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ബാക്കി കാലയളവിലേക്കുള്ള ഒരു സഹായമായി വരുന്ന ഒരു വലിയ സമ്പ്രദായമാണ്, നല്ല സംസ്കാരമാണ് ഈ പെൻഷൻ സ്കീമും DA എന്നൊക്കെ പറയുന്ന സ്കീമുകൾ. സർക്കാർ മേഖലയിലെ ജീവനക്കാർക്കുള്ള DA വളരെ സുതാര്യമായിട്ട് കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, സഹകരണ മേഖലയിലെ പെൻഷൻ പറ്റിയ ജീവനക്കാർക്ക് പെൻഷൻ വേണ്ട എന്ന ഒരു ചിന്ത എങ്ങനെ വന്നു എന്നറിയില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ കേട്ടപ്പോൾ തോന്നി വടി കൊടുത്ത് അടി വാങ്ങി ആരോ 1-2 പേര് കോടതി പോയി, ഒരു ഇടപെടൽ വന്നു, കമ്മീഷൻ വന്നു. കമ്മീഷൻ വന്നപ്പോൾ അത് നമുക്ക് അനുകൂലമാകേണ്ടിയിരുന്ന കമ്മീഷന്റെ റിപ്പോർട്ട് ഇപ്പോൾ പ്രതികൂലമായി വരും എന്നറിയില്ല. പെൻഷൻ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ നിർത്തലാക്കുക എന്നുള്ള പൊതുവെ ഇത്തരം കമ്മീഷനുകളുടെ ഭാഗത്തുനിന്ന് വരാത്ത നിർദ്ദേശങ്ങളാണ്. ഇത് പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ മനസ്സിലാക്കിയത് പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മീഷനാണ്. വളരെ ശക്തമായ പെൻഷൻ ബോർഡുകളിൽ ഒന്നാണ് കോപ്പറേറ്റീവ് പെൻഷൻ ബോർഡ്. നിങ്ങളുടെ നോട്ടീസ് വായിച്ചാൽ തന്നെ 69 കോടി രൂപ ഇപ്പം നിലവിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ലാഭമുള്ള ഒരു ബോർഡാണെന്നാണ് അറിയുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ 6500-ലധികം കോടി രൂപ, അല്ല അതെ 1659 കോടിയോളം രൂപ പെൻഷൻ ബോർഡിന്റെ ലാഭം നിക്ഷേപം നമ്മൾ ആവശ്യപ്പെടുന്ന പെൻഷൻ നൽകാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. പക്ഷേ ഈ വലിയ ലാഭത്തിന്റെ ഭാഗം എന്നത് അതിൽ എനിക്ക് തോന്നുന്നു അവസാന ഭാഗത്തേക്ക് വന്നാൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ജീവനക്കാരുടെ പെൻഷന്റെ കാര്യം റിട്ടയർമെന്റിന് ശേഷവും സുരക്ഷിതമാക്കത്തക്ക രീതിയിലുള്ള പ്രപ്പോസലുകൾ അതിൽ പറയുന്നു. ഒരു ഇരുട്ടിലേക്കാണ് അവർ നയിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇവിടെ ഈ റിപ്പോർട്ട് തള്ളിക്കളയുക എന്നൊരാവശ്യത്തോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു പുനഃപരിശോധിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പെൻഷൻകാരുടെ ആവശ്യങ്ങൾ വീണ്ടും പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനെ നിയോഗിക്കാനും കൂടെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ട സമസ്ത സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളായി സഹകരണ സ്ഥാപനങ്ങൾ മാറും. അപ്പൊ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ അധ്വാനിക്കാൻ പറ്റുന്ന ഒരു കാലയളവ് മുഴുവൻ തന്നെ ഒരു സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിച്ച ശേഷം അതിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് പിന്നീടുള്ള ജീവിതകാലത്തേക്ക് അത്യാവശ്യമായി ജീവിക്കാൻ ആവശ്യമായ DA, ആ DA ജീവനക്കാരുടെ DA വർധനവ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നു. നിലവിൽ സർവീസിലുള്ളവരുടെ വളരെ കാര്യമായ വർധനവ് വന്നിട്ടുണ്ട്. ആ DAയുടെ വർധനവുകൾ വരുന്നത് അതാത് കാലത്തെ ജീവിത നിലവാരത്തിന്റെ, ജീവിത ചെലവിന്റെ, ദൈനംദിന ചെലവുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വിരമിച്ച ശേഷം, ഒരുപക്ഷെ വിരമിക്കുന്ന സമയത്ത് 1.5 ലക്ഷം ശമ്പളക്കാരനുണ്ട്, 60,000 ശമ്പളക്കാരനുണ്ട്, 25,000 ശമ്പളക്കാരനുണ്ട്. പക്ഷെ വിരമിച്ച ശേഷമുള്ള ഒരു പ്രത്യേകത, എല്ലാവരുടെയും ജീവിത ചെലവുകൾ ഒരുപോലെയാണ്. 1.5 ലക്ഷക്കാരൻ വിരമിച്ച ശേഷമായാലും ശരി, അദ്ദേഹത്തിന് ജീവിക്കാൻ ആവശ്യമായ ചെലവും ഒന്ന് തന്നെയാണ്. 25,000-കാരൻ വിരമിച്ചാലും അദ്ദേഹത്തിന് ജീവിതകാലം പിന്നീട് ജീവിക്കാൻ ആവശ്യമായ ചെലവ് ഒന്ന് തന്നെയാണ്. അപ്പൊ അവിടെ സ്റ്റാൻഡേർഡിൽ വലിയ വ്യത്യാസം വരുന്നില്ല. ഈ പറയുന്ന പരിഷ്കരണങ്ങളുമെല്ലാം നടക്കുന്നില്ല. ഈ സംസ്ഥാനവും രാജ്യവും നിലനിൽക്കുന്നിടത്തോളം കാലം സഹകരണ പ്രസ്ഥാനം ഈ സംസ്ഥാനത്തുണ്ടായി നിലനിൽക്കും. അങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം അതിനകത്ത് ജീവനക്കാർ നിലനിൽക്കും. ഈ ജീവനക്കാർക്കെല്ലാം കൊടുക്കാൻ പ്രാപ്തിയിലെതിരിലേക്ക് ഈ പെൻഷൻ സംവിധാനം മാറണം. അതിന് ഗവൺമെന്റ് ഇടപെടണ്ടേ? അങ്ങനെ ഗവൺമെന്റ് ഇടപെടണമെങ്കിൽ ഇന്നുള്ള നിർവചനം സഹകരണം ഒരു സെൽഫ് ഫൈനാൻസിങ് സംവിധാനത്തിലാണ്. സ്വാശ്രയ പെൻഷൻ പദ്ധതിയാണ്. അങ്ങനെ പറയുമ്പോൾ സ്വാശ്രയമാണ്, നമ്മൾ മറ്റൊരു ആശ്രയം നമ്മൾ തേടാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ അതിൽ നിന്നും മാറ്റപ്പെടണം. പെൻഷൻ ഫണ്ടിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇത് സ്വാശ്രയം എന്നുള്ള പേര് വന്നാൽ പ്രശ്നമാണ്, നിയമപരമായ പ്രശ്നമല്ലേ. അപ്പൊ സ്വാശ്രയ പെൻഷൻ എന്നുള്ളത് മാറ്റി ഒരു സഹകരണ പെൻഷൻ സ്കീം എന്ന രീതിയിൽ മാറ്റം വരുത്താൻ കഴിയണം. അതിന് യൂണിയൻ ഗവൺമെന്റ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഇന്നത്തെ ബഡ്ജറ്റ് പ്രൊവിഷൻ വെക്കുന്നതിന് ഗവൺമെന്റ് സാധിക്കും. മറ്റൊന്ന്, സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെ ക്ഷേമമാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെ വരുമ്പോൾ നാളെ വരെ അവർ പണിയെടുത്തുള്ള സ്ഥാപനത്തിൽ നിന്നുള്ള ലാഭം മറ്റു ഇതര വിഭാഗങ്ങൾക്ക് നമ്മൾ വിനിയോഗിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സഹകരണ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഗവൺമെന്റിനുണ്ട്. നമ്മൾ പറഞ്ഞു മിഡിൽ സ്റ്റെപ്പ് പോലുള്ള പദ്ധതി, അല്ലെങ്കിൽ മിഡിൽ സ്റ്റെപ്പിന് തുല്യമായിട്ടുള്ള പദ്ധതി ഈ കേരളത്തിൽ സഹകരണ മേഖല ജീവനക്കാർക്കും സഹകരണ പെൻഷൻകാർക്കും നടപ്പിലാക്കണം. ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു മുദ്രാവാക്യമല്ല അത്. നിങ്ങളും ഇന്ന് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുന്നു എന്നുള്ളത് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് മറ്റൊരു നിർദ്ദേശം കൂടി മുമ്പോട്ട് വെച്ചു. ഞങ്ങൾ പറഞ്ഞു എംപ്ലോയീസ് വെൽഫെയർ സംഘടനകളിൽ നമ്മളെ സംബന്ധിച്ച് ക്ഷേമ സഹകരണം
ബോർഡില്ലേ, ആ ബോർഡിന് ഇഷ്ടം പോലെ കാശുള്ളത്. ഇപ്പം ഒരു വർഷം സാമ്പത്തികമായി ഏറ്റവും ശേഷിയുള്ള സ്ഥാപനമാണ് സംസ്ഥാനത്തിനകത്ത്. എന്നാൽ ഈ പറയുന്ന പെൻഷൻകാർക്കും ജീവനക്കാർക്കും ആവശ്യമായിട്ടുള്ള മെഡിസബ് സംവിധാനം ഈ പറയുന്ന വെൽഫെയർ ബോർഡുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയാൽ എന്താ പ്രശ്നം? സംഘടന മുമ്പോട്ട് വെച്ച ഒരു വിഷയമാണ്, നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എത്രമാത്രം ഈ രീതിയിൽ ഇടപെടാൻ കഴിയുമോ ആ രീതിയിലെല്ലാം ആവശ്യമായിട്ട് ഇടപെടലുകൾ ഇന്ന് സഹകരണ മേഖല ജീവനക്കാരുടെ സംഘടന എന്നതിൽ ഓരോ വിഷയത്തിലും നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സുഹൃത്തുക്കൾ. എംപ്ലോയീസ് യൂണിയൻ എന്നുള്ള സംഘടന ഈ പ്രശ്നം ഈ പറയുന്ന നിയമഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ ഈ പറയുന്ന ലാഭവിഹിതത്തിന്റെ ഒരു വിഹിതം സ്വാശ്രയ പെൻഷൻ പദ്ധതിയിൽ ഈ സ്കീമിലേക്ക് പെൻഷൻ ഫണ്ടിലേക്ക് അനുവദിക്കപ്പെടണം, അത് സ്റ്റാറ്റ്യൂട്ടറിയായി മാറ്റണം എന്നുള്ള നിവേദനം നമ്മൾ കൊടുക്കാം. നടപ്പിലാക്കുമെന്നുള്ള വിശ്വാസം നമ്മളെ സംബന്ധിച്ചോളം. ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഭരണത്തെ സംബന്ധിച്ച് ഭരണകൂടത്തെ സംബന്ധിച്ച് ഭരണകൂടം മാറുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. ഭരണം മാറുന്നു. ഈ ഭരണകൂടം മാറാത്ത സ്ഥിതിക്ക് നേരത്തെ പറഞ്ഞില്ല, ചില ഉത്തരവുകളെ സംബന്ധിച്ചെല്ലാം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് ഗുണപ്രദമല്ല അത്തരം ഉത്തരവുകൾ. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? ഇതിനകത്തുള്ള ഭരണകൂടത്തിലുള്ള ചില ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഇന്നും സഹകരണ പ്രസ്ഥാനത്തിനകത്തുള്ള ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കും കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കണ്ട എന്ന ചിന്താഗതിക്കാരാണ്. അത് നമ്മളെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. അതെല്ലാം നാം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ സഹകരണ ജീവനക്കാരുടെ DA ഉത്തരവ് വന്നപ്പോൾ നാം തിരുത്തിച്ചത്. ഇടപെട്ടില്ലേ? സഹകരണ മേഖല ജീവനക്കാരുടെ സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തിനോ ജീവനക്കാർക്ക് DA അനുവദിച്ചാൽ മുൻകാല പ്രാബല്യമില്ല എന്നതിൽ വരുത്തിയപ്പോൾ ഇടപെട്ടു. പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. ചില ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഇത് കൃത്യമായി നിയന്ത്രിക്കുന്നു എന്നുള്ളത് ഈ ഭരണകൂടം ഒരു പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ച് കഴിയുന്നില്ല. അത് നമ്മുടെ പോരായ്മയെ കാണുകയാണ് സംസ്ഥാനത്ത്. മാറ്റപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ, ആ സഹകരണ സ്ഥാപനങ്ങളിൽ 30-35 വർഷവും ജോലി ചെയ്ത് സർവീസിൽ നിന്ന് വിരമിച്ച ആളുകളാണ് ഈ വേനലിൻ്റെ കാഠിന്യത്തെ വകവെക്കാതെ പ്രായത്തിൻ്റെ അവശതയെ അവഗണിച്ചുകൊണ്ട് ഇന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ധർണ നടത്തുന്നത് എന്ന് നമുക്കറിയാം. ഇവിടെ സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കുഞ്ഞനാട്ടിലൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ ഗവൺമെന്റിന് കൈത്താങ്ങായി പ്രവർത്തിക്കുന്നവയാണ് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ എന്ന് നമുക്കറിയാം. ഇവിടെ പ്രളയമുണ്ടായപ്പോൾ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് 3000-ലധികം കുടുംബങ്ങൾക്കാണ് കെയർ ഹോം പദ്ധതിയുടെ ഭാഗമായി സഹകരണ സംഘങ്ങളിൽ നിന്ന് വലിയ തുക സംഭാവന സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വീട് പണിത് നൽകിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ദേശീയപാത നമുക്കറിയാം. തലപ്പാട് മുതൽ നമ്മുടെ ചെർക്കള റീച്ചിലേക്ക് പോകുമ്പോഴും അതിനപ്പുറം പോകുമ്പോഴും നമുക്കതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. 1923 വാഗ്ബടാനത്ത് രൂപീകരിക്കപ്പെട്ട ആ ഊരാളുങ്കൽ സൊസൈറ്റി ഇന്ന് ഏഷ്യയിലെ നമ്പർ 1 സൊസൈറ്റിയായി 18,000 ജീവനക്കാരും അതിലെത്രയോ ഇരട്ടി തൊഴിലാളികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ പിന്നിൽ അതിലെ ജീവനക്കാരുടെ കഠിനാധ്വാനമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ ഇന്ന് കാണുന്ന ഈ വളർച്ചയിൽ എത്തിച്ചിട്ടുള്ളത് ഇവിടെ 30-35 വർഷവും ജോലി ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ആളുകളാണ് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഓർക്കുക. സ്ഥാപനങ്ങളിലെ ലാഭവിഹിതം വിഭജിച്ച് നൽകുമ്പോൾ അതിലൊരു പ്രത്യേക അനുപാതത്തിൽ ഈ പെൻഷൻ ബോർഡിലേക്കും ഒരു സംഭാവന നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരു വീതം നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ കുറെ ദൂരീകരിക്കാൻ വേണ്ടി കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പെൻഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് റിട്ടയർഡ് ജഡ്ജി M. ശശീന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ, 5-അംഗ കമ്മീഷൻ വന്ന സമയത്ത് നമുക്കറിയാം, ഇത് ഈ കമ്മീഷന് മുമ്പേ സിറ്റിംഗ് നടത്തിയ സന്ദർഭത്തിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടതാണ്. എന്നാൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, അതിൻ്റെ റിപ്പോർട്ടിൽ നിന്നും കാര്യമായ പ്രതിഫലനം ഉണ്ടാക്കാൻ വേണ്ടി ഈ ബോർഡിന് കഴിഞ്ഞിട്ടില്ല, ഈ പെൻഷൻ പരിഷ്കരണ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. നമുക്കറിയാം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുമ്പും ഒട്ടേറെ സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജനുവരി മാസം നടത്താനിരിക്കുന്ന വാഹന പ്രചരണ ജാഥയുടെയും തുടർന്ന് ഫെബ്രുവരി മാസം നടത്താനിരിക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലെ സത്യാഗ്രഹത്തിന് മുന്നോടിയായിട്ടാണ് ഇന്ന് കേരളത്തിലെ എല്ലാ കളക്ടറേറ്റുകൾക്ക് മുന്നിലും ഇത്തരത്തിലുള്ള മാർച്ചും ധർണയും നടത്തുന്നത് എന്ന് നമുക്കറിയാം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പെൻഷൻ ബോർഡ് രൂപീകരിച്ച് ഇപ്പോൾ 3 പതിറ്റാണ്ട് പിന്നിടുകയും തീർച്ചയായും ഈ കാര്യങ്ങൾ കാലോചിതമായ രീതിയിലുള്ള പരിഷ്കാരം ഈ മേഖലയിൽ വരുത്താൻ വേണ്ടി ഇവിടെ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല എന്നതാണ് ഒരു വസ്തുത.
അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റിൽ മറ്റു പല മേഖലകളിലുമുള്ള ആളുകളുടെ ക്ഷേമം സംബന്ധിച്ചിടത്തോളം ബജറ്റിൽ വലിയ രീതിയിലുള്ള തുക മാറ്റിവെക്കുമ്പോൾ സഹകരണ മേഖലയിൽ നിന്ന് വിരമിച്ച ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം യാതൊരു നേട്ടവും ഉണ്ടാകുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ 18,450 രൂപയാണ് ഉയർന്ന പെൻഷനായി ലഭിക്കുന്നത്. 3,600 രൂപയാണ് ഏറ്റവും മിനിമം പെൻഷനായി ലഭിക്കുന്നത്. കുടുംബ പെൻഷനാകട്ടെ 2,500 രൂപയാണ്. സ്വാഭാവികമായും നമുക്കറിയാം ഇന്നത്തെ ജീവിത ചെലവുകൾ അനുദിനം വർദ്ധിച്ചു വരുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില, അതുപോലെ തന്നെ മെഡിക്കൽ മേഖലയിലുള്ള വലിയ രീതിയിലുള്ള വർധനവ്, ചികിത്സാ മേഖലയിലുള്ള വർധനവ്, മെഡിസിപ്പുമായി ബന്ധപ്പെട്ട് വിഷയം സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒട്ടേറെ ആവശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉന്നയിച്ചതാണ്. പല തവണ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം 5 ദിവസത്തിലുള്ള സത്യാഗ്രഹം നടത്തി. കഴിഞ്ഞ ദിവസവും അതുമായി ബന്ധപ്പെട്ട സമരം നടത്തി. രജിസ്ട്രാർ ഓഫീസുകൾക്ക് മുമ്പിലും സെക്രട്ടേറിയറ്റ് മുമ്പിലും മിനിസ്റ്ററുടെ ഓഫീസിന് മുമ്പിലും ഒക്കെ സമരം നടത്തിയും ഈ ബധിരകർണങ്ങളിലേക്ക് പതിയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇന്ന് ഈ അവശതക്കിടയിലും ഇങ്ങനെ സമരം നടത്താൻ വേണ്ടി ഗവൺമെന്റിന്റെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുകയാണ്. ഈ വൈകിയ വേളയിൽ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങിന് ഒന്നുകൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഇത്രയും പ്രായത്തെ അവഗണിച്ചുകൊണ്ടും ഈ സമരത്തിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരെയും ഒരു ഭാവിയിൽ നിങ്ങളുടെ ഈ സംഘടനയിൽ ഒരു അംഗമായി വരേണ്ട ആളെന്ന നിലയിൽ വളരെ സന്തോഷപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. ഞാനടക്കം നേരിട്ട് പോയി സംസാരിച്ച കാര്യങ്ങളാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പരിഗണിക്കുക എന്നുള്ള രൂപത്തിലാണ് അന്ന് പറഞ്ഞത്. നമ്മൾ മാത്രമല്ല മറ്റ് സംഘടനകളും പോയിട്ടുണ്ട്. പക്ഷെ അവസാനം വരുമ്പോൾ ഇതൊരു പരിഷ്കരണം നിഷേധിച്ച പരിപാടിയിലാണ് ഉണ്ടായത്. പല ആളും എന്നോട് സംശയം ചോദിച്ചുകൊണ്ട് അതിന് മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. തൽക്കാലം നിർത്തുന്നു. ആഹ്വാനമനുസരിച്ച് ഇന്ന് നടന്ന ധർണയിലും കളക്ടറേറ്റ് മാർച്ചിലും സഹകരിച്ച ഏവരെയും ആദ്യം തന്നെ അഭിവാദ്യം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് വരാൻ പോകുന്ന പോരാടാം. പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ട് പെൻഷൻ ബോർഡ് എഴുതി കൊടുത്ത റിപ്പോർട്ടിൽ ഒപ്പുവെക്കുക മാത്രം ചെയ്തതെന്ന് നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ നാം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങളുടെ സഹകരണം എപ്പോഴും ആവശ്യമാണ്. എല്ലാവരും സഹകരിക്കുക, നമുക്ക് ഒന്നിച്ചു പൊരുതാൻ കഴിയുന്നത്ര. നമ്മുടെ ഈ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഗതി വന്നത് നമ്മുടെ ദുർവിനിയോഗം മാത്രം കരുതി സഹകരിക്കാം, നമുക്ക് പോരാടാം. വിജയം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവും, സുനിശ്ചിതമാണ് എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് അസോസിയേഷൻ മുൻപോട്ട് വെച്ചിട്ടുള്ള സഹകരണ പെൻഷൻകാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പെൻഷൻ പരിഷ്കരണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കളയുക. സഹകരണ പെൻഷൻകാർക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പോൾ നിർത്തലാക്കിയ DA പുനഃസ്ഥാപിക്കുക. മിനിമം പെൻഷൻ പരിധിയും പരമാവധി പരിധിയും ഉയർത്തുക. ആരോഗ്യ ഇൻഷുറൻസ് വൈദ്യസഹായം സൗജന്യമായി തരണമെന്നും ആയതിന് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കാസർഗോഡ് താലൂക്ക് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിക്കുകയാണ്. ശ്രീ എന്നെ നെല്ലിക്കുന്ന അവർക്ക് നമ്മുടെ സംഘടനയുടെ പേരിൽ ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച മുൻ MLA ഉദുമ മണ്ഡലം മുൻ MLA ശ്രീ കുഞ്ഞിരാമേട്ടനും നമ്മുടെ സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. സഹകാർ ഭാരതിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ K. കരുണാകരൻ നമ്പ്യാർക്കും സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം KCUവിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ KP വിശ്വനാഥൻ, KCEFൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ PK വിനോദ് കുമാർ എന്നിവർക്കും നമ്മുടെ സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ യോഗത്തിൽ സംബന്ധിച്ച നമ്മുടെ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നിവർക്കും കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ വളണ്ടിയർമാർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഭാസ്കരൻ ഇവിടെയുണ്ട്, വിട്ടുപോയതാണ്. ഭാസ്കരനും സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ സൗകര്യം നമുക്കിടെ അനുവദിച്ച് തന്ന ഇതിൻ്റെ ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടിയാണിത്, അദ്ദേഹത്തിനും പ്രത്യേകമായി ഒരു നന്ദി അറിയിക്കുന്നു. വേദിയിലും സദസ്സിലും ഉപയോഗിച്ചായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആ ശബ്ദത്തോട് മാറ്റമുണ്ടാവണം. അതിന് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ല. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ താലൂക്കുകളിലുള്ള
പെൻഷന്റെ സംസ്ഥാന ഓഫീസിന്റെ ഒരു ഉദ്ഘാടന സമയത്തും ഒക്കെ പറഞ്ഞെങ്കിലും ഇതുവരെ ഒരു കാര്യവും ഈ സഹകരണ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടാവാൻ കഴിഞ്ഞില്ല. ആ കാര്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതൊക്കെയാണ് കൂടുതൽ വാക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മളെ സൂചിപ്പിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നു. ഇന്ന് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ 2022 മെയ് ിലെ അദ്ദേഹത്തെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ വി മുകുന്ദനാണ്. അപ്പോൾ അങ്ങനെ അതേ 8 വർഷം കഴിഞ്ഞിട്ടും അതേപോലത്തെ പരിപാടിയാണ് ഇത് വീണ്ടും നടത്തുന്നത്. വെള്ളവും വളവും നൽകിയിട്ടുള്ളത് ഇന്നിപ്പോ പ്രക്ഷോഭത്തിന് ആവശ്യമായിട്ടുള്ള പ്രകടനം നടത്തിയിട്ട് മേലുകൊണ്ടിട്ടുള്ള ആവശ്യപ്പെട്ടത് 21 കൊല്ലമാണ് വന്നിട്ടുണ്ട്. പെൻഷൻകാർക്ക് ഈ ഗവർമെന്റിൽ കയറിയിട്ടുണ്ട്. പെൻഷന്മാർക്കും എല്ലാം പറഞ്ഞു വളരെ ആരായാലും പറയുന്ന കാര്യം പരിശോധിക്കണം. പ്രാബല്യം കൊടുക്കുന്നതിന് ആരും ഉന്നയിക്കാത്ത കാര്യം ആദ്യം കൊടുക്കും. ആ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് നല്ല നടന്നത് മാത്രമേ ഉണ്ടാക്കാൻ കഴിയും. അതിന് പോയ കാലങ്ങളിൽ ഒരുപാട് പണിയെടുത്ത് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്തു റിട്ടയർഡായ ജീവനക്കാരിലും ഇത് കിട്ടുന്നത് വളരെ തുച്ഛമായ ഒരു സംഖ്യയാണ്. ഈ വർദ്ധിക്കുന്ന കാലത്ത് നമ്മളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ധാർമ്മികതയുമായി നമുക്കുണ്ട്. ആ ഒരു പ്രാധാന്യം കൂടി കണക്കിലെടുത്ത് ഈ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്ന കാര്യത്തിൽ ഞാനും എൻ്റെ പ്രസ്ഥാനവും ഈ സമൂഹത്തിൻ്റെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കൂടെ എന്നും ഉണ്ടാവും പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ നിങ്ങളുടെ സമൂഹത്തിൽ എല്ലാവിധ വിഷയങ്ങൾ വേണമെന്ന് ഈ സമയം അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ വി മുകുന്ദനാണ്. വെള്ളവും വളവും നൽകിയിട്ടുള്ളത് ഇന്നിപ്പോ പ്രക്ഷോഭത്തിന് ആവശ്യമായിട്ടുള്ള പ്രകടനം നടത്തിയിട്ട് മേലുകൊണ്ടിട്ടുള്ള ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.